നമ്മൾ സ്റ്റീം ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാൻ എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. 1.5 ടേബിൾ സ്പൂൺ കട്ട തൈരാണ് എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അത് ഓരോരുത്തരുടെ എരിവ് പോലെ കൂടുതൽ വേണം കൂടുതൽ ചേർക്കാം. 1/4 ടീസ്പൂൺ ചിക്കൻ സീസണിങ് പൗഡർ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കാം. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് ചിക്കൻമേ വരഞ്ഞിട്ട് കൊടുക്കാം. മസാല എല്ലാം നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കാം. ഇപ്പം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വാഴയിലയിൽ വെച്ച് പൊതിയാം. വാഴയിൽ വെച്ച് പൊതിഞ്ഞ ശേഷം അലുമിനിയം ഫോയിൽ വെച്ചിട്ട് പൊതിയാം. എന്നിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാം. ഞാൻ അലുമിനിയം ഫോയിലിൽ പൊതിയാം. ചിക്കൻ സ്റ്റീം ചെയ്യുന്നത് ഇഡ്ഡലി പാത്രത്തിലാണ്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ചിക്കൻ ഇവിടെ വെച്ചിട്ട് വേവിക്കണം. വെള്ളം തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇങ്ങനെ ചിക്കൻ പൊതിഞ്ഞത് ഇതിലോട്ട് വെക്കാൻ പോവാണ്. ഇത് മീഡിയം ഫ്ലെയിമിൽ തീവിട്ടിട്ട് 50 മിനിറ്റ് വേവിച്ചെടുക്കാൻ പോവാണ്. 50 മിനിറ്റിലാണ് തുറക്കുള്ളൂ. മിനിറ്റ് കഴിഞ്ഞു. തീ ഓഫാക്കി. ഇപ്പം നമ്മൾ ടേബിൾ മുകളിൽ വെച്ചേക്കാണ്. നമുക്ക് തുറന്നു നോക്കാം. നല്ല ആവി പറക്കുന്നുണ്ട്. നമുക്ക് ചിക്കൻ എടുത്ത് ഇലയിലോട്ട് വെച്ചിട്ട് തുറന്നു നോക്കാം. നല്ല ചൂടുണ്ട്. ഞാൻ തുറന്നു നോക്കാനുണ്ടോ? ഇത് തുറന്നു. നല്ല സ്മെല്ലുണ്ട്. നല്ല മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ആവി പറക്കുന്നുണ്ട്. നല്ല സ്മെല്ലാണ്. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ കുബൂസിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. മയണൈസ് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.